പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഈ പുതിയ പ്രഭാതത്തിൽ ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് അനുഗ്രഹമായി മാറും. ദൈവം നമുക്ക് സംരക്ഷണം തരും. നമ്മൾ ഉണരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളുടേതായ ദുഃഖവും വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ രോഗിയായ നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പൈസയില്ല. നിൻ്റെ മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയാകാം. ഒരുപക്ഷെ ലോൺ എടുത്ത് വീട് പണിതു, മറ്റു പലതും ചെയ്തു, തിരിച്ചടയ്ക്കണം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഭയത്തിലേക്ക് എത്തിക്കുന്നു. എങ്കിൽ അച്ഛൻ ഇന്ന് പങ്കുവെക്കുന്ന വചനഭാഗം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഏത് ഭയത്തിലോ ഏത് ബന്ധനത്തിലോ ഏത് ദുഃഖത്തിലോ ഏത് അവസ്ഥയിലോ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും. എന്നിട്ട് കർത്താവ് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവസം മുഴുവനും ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും കർത്താവ് ഇന്ന് നിന്നോട് പറയുന്ന വചനമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ അനുഭവിക്കുന്ന ഏതവസ്ഥയിലേക്കും ദൈവമായ കർത്താവ് കടന്നു വന്നുകൊണ്ട് നിൻ്റെ ഭയത്തിൽ നിന്ന് നിനക്ക് മോചനം തരാൻ പോവുകയാണ്. വിശ്വസിച്ചോളൂ. എന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായി ജീവിക്കുന്ന കർത്താവിൻ്റെ ഭയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ശക്തി, ഒരനുഗ്രഹം ഇന്ന് കർത്താവ് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുടുംബത്തിലെ എല്ലാ മക്കൾക്കും ദൈവം തരട്ടെ. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളാണെങ്കിലും ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് നിൻ്റെ കുടുംബജീവിതത്തിലെ നിൻ്റെ മക്കളുടെ നിൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ശക്തി തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് ഇടവരുത്തട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വചനഭാഗം മറ്റു മക്കളും പങ്കുവെക്കണം കേട്ടോ, ഷെയർ ചെയ്യണം. അപ്പോൾ അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവർ അനുഗ്രഹം ഭാവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കർത്താവ് നിനക്കും തരുകയും ചെയ്യും. അപ്പം ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യമാണ്. ഇതാണ് കടലിലെ വെള്ളത്തിന് മീതെ നടന്നു വരുന്ന കർത്താവ്. പശ്ചാത്തലം നമുക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 തൃപ്തരാക്കി, ഭക്ഷണം കൊടുത്ത് സമർത്ഥമായി അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോയിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ പിതാവുമായി ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കാൻ മിടിമലയിലേക്ക് പോവുകയാണ്. അപ്പോൾ തമ്പുരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തമ്പുരാന് തിരിച്ചറിവ് കിട്ടി, എൻ്റെ ശിഷ്യന്മാർ ബോട്ടിലാണ്. ആ ബോട്ടിലാവുന്ന അവസ്ഥയിൽ കടലിലെ കാറ്റിങ്ങനെ കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിക്കുന്നു. അവർ ഭയപ്പെടുന്നു. ഉടനെ എന്ത് ചെയ്തു? ഇവിടെയാണ് കർത്താവിൻ്റെ കരുതൽ തിരിച്ചറിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഭയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ കർത്താവ് അവരരികിലേക്ക് വരുന്നുണ്ട്. അവർ പേടിച്ചു പോയി. ദൈവത്തിൻ്റെ മാനുഷ്യമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു അവസ്ഥ ശിഷ്യന്മാരപ്പോൾ തിരിച്ചറിഞ്ഞു. ആദ്യം അവർ പേടിച്ചു. പിന്നെ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഈ ദിവസം ആരൊക്കെ വ്യത്യസ്തമായ ഭയത്തിൽ അടിമപ്പെട്ടിരിക്കുന്നോ അവർ ജീവിതത്തിലേക്ക് എല്ലാം കർത്താവ് കടന്നെന്ന് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിച്ചാൽ മാത്രം മതി. പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെ ആ വഞ്ചി എൻ്റെ കുടുംബജീവിതമാണ്, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന സമൂഹമാണ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ എൻ്റെ കുടുംബജീവിതം ഈ ലോകമാകുന്ന സാഗരത്തിലൂടെ ഇങ്ങനെ പോവുകയോ, കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും. ആ കാറ്റ്, കൊടുങ്കാറ്റെന്ന് പറയുന്നത് പച്ചയായ ജീവിതത്തിൻ്റെ ഓരോ ദുഃഖങ്ങളാണ്, വേദനകളാണ്, ഓരോ തകർച്ചകളാണ്. അങ്ങനെ ആ കാറ്റിൽപ്പെട്ട് നിൻ്റെ കുടുംബജീവമാകുന്ന വഞ്ചി ഇങ്ങനെ ആടുമ്പോൾ, പ്രിയമുള്ളവരെ, വെള്ളത്തെ ശാന്തനാക്കിയ കർത്താവ് കടന്നു വന്ന് നിനക്ക് സംരക്ഷണം തരും. ശാന്തമാകട്ടെ എന്ന് പറയും, ശാന്തമാകും. ഓർക്ക് പ്രിയമുള്ളവരെ,
നീ ദൈവത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നിൻ്റെ ജീവിതം ദൈവസന്നദ്ധയിലേക്ക് സമർപ്പിക്കുമ്പോൾ സുഗമമായ ഒരു ജീവിതം നയിക്കാൻ നിനക്ക് സാധിക്കും. അത് ഒറ്റയ്ക്കാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സുഗമമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ വെള്ളത്തെ ശാന്തമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് ശാന്തമാക്കും, പരിഹാരം തരും എന്നർത്ഥമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന കുടുംബജീവിതമാകുന്ന വഞ്ചി കാറ്റും കൊടുങ്കാറ്റുമാകുന്ന ഏതെല്ലാം പ്രശ്നത്തിലൂടെയോ രോഗത്തിലൂടെയോ ദുഃഖത്തിലൂടെ ഇങ്ങനെ ആടി ഉലഞ്ഞ് കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ വഞ്ചിയിലേക്ക് കടന്നു വരും, ശാന്തമാക്കും, സംരക്ഷണം തരും, എല്ലാം കർത്താവ് ക്ലിയറാക്കി നമ്മെ നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം മുഴുവനും അല്ല, നമ്മുടെ ജീവിതം മുഴുവനും തമ്പുരാനോട് കൂടെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ ക്ഷണിക്കാം. ശാന്തമാകൂ കടലേ എന്ന് പറഞ്ഞ്, പേടിക്കേണ്ട മക്കളെ എന്ന് പറഞ്ഞ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈശോയുടെ സാന്നിധ്യത്താൽ നമുക്കെല്ലാം ശാന്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ കുടുംബവും വ്യക്തിപരമായ ജീവിതവും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ തകർച്ചകളെല്ലാം ശാന്തമാക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നല്ല ജീവിതം മുഴുവനും ഈ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ ശക്തി അനുഭവിക്കാൻ എല്ലാ മക്കൾക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുതേ, ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്ക് മാത്രം പോരാ, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കിട്ടണം. അവരെ ഓർത്തുകൊണ്ട് ഒരു 10 വരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് ഇത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അവരും അനുഗ്രഹം ഭാവിക്കും, നിങ്ങൾ അനുഗ്രഹം ഭാവിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു. തമ്പുരാൻ്റെ കൂടെയുള്ള ജീവിതം അച്ഛൻ ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.